സിമ്പിൾ ഡിപ്പി കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ഹരിയാലി മട്ടൻ കറി ഉണ്ടാക്കാം. അത് എങ്ങനെയെന്ന് നോക്കാം. ഇത് 1/2 കിലോ മട്ടൻ കഴുകി വൃത്തിയാക്കി വെച്ചതാണ്. മട്ടൻ വേവിക്കുമ്പോൾ ഒരു കഷ്ണം പപ്പായ ഇട്ട് കൊടുത്താൽ നല്ലതുപോലെ വെന്ത് കിട്ടും. ഇനി നമുക്ക് ചിക്കൻ കുക്കറിലിട്ട് ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/4 ടീസ്പൂൺ ഉപ്പും 1.5 ഗ്ലാസ് വെള്ളവും ഒഴിച്ച് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഒരു ടീസ്പൂൺ ഗരം മസാലപ്പൊടി കൂടി ഇടണം. മട്ടൺ 5 ആവി വരുന്നതുവരെ വേവിച്ചെടുക്കണം. കുറേ അധികം വെള്ളമൊഴിക്കേണ്ട ആവശ്യമില്ല. ഇനി ഇതിലേക്ക് 5-10 വെളുത്തുള്ളിയും 1 ഇഞ്ച് വലുപ്പത്തിൽ ഇഞ്ചിയും 5-6 പച്ചമുളകും 1 പിടി മല്ലിയിലയുമാണ് വേണ്ടത്. ഇനി ഇതെല്ലാം ഒന്ന് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് അരച്ചെടുക്കാം. നല്ലതുപോലെ അരച്ചെടുക്കണം. ഇനി ആവി പോയ ശേഷം നമുക്ക് മട്ടൻ ഒന്ന് തുറന്നു നോക്കാം. മല്ലിയില അരച്ച കൂട്ട് മാറ്റി വയ്ക്കാം. ഇനി ഒരു പാൻ വെച്ച് പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് അതിലേക്ക് ഒരു വലിയ സവാള ചെറുതായി മുറിച്ചത് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് നല്ലതുപോലെ വഴറ്റിയെടുക്കാം. ഇതിൻ്റെ പച്ചമണം മാറുന്നതുപോലെ വഴറ്റിയെടുക്കണം. സവാള നല്ലതുപോലെ വഴറ്റിയാലേ അതിന് ശരിയായ സ്വാദുണ്ടാവുകയുള്ളൂ. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇട്ട് ഒന്ന് നല്ലതുപോലെ വഴറ്റിയെടുക്കാം. എണ്ണ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ കുറച്ചുകൂടി എണ്ണ ഒഴിച്ചു കൊടുക്കാം.
ഇത് ഉണ്ടാക്കാൻ എളുപ്പവും കഴിക്കാൻ നല്ല സ്വാദുമാണ്. മസാല ഉണ്ടാക്കുമ്പോൾ പച്ചമണം മാറിക്കിട്ടുന്ന മസാലയ്ക്കായിരിക്കും സ്വാദ് കൂടുതൽ ഉണ്ടാകുക. ഇനി വഴറ്റി വെച്ച സവോളയിൽ നിന്ന് പകുതി എടുത്ത് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് നല്ലതുപോലെ അരച്ചെടുക്കാം. ഇനി ആദ്യം അരച്ച മല്ലിയിലയുടെ കൂട്ടും പിന്നീട് അരച്ച സവോളയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഇളക്കിയെടുക്കാം. ഇതും നല്ലതുപോലെ വഴറ്റിയെടുക്കണം, അല്ലെങ്കിൽ മല്ലിയിലയുടെ സ്വാദ് മുന്നിട്ട് നിൽക്കും. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ചാട്ട് മസാല ഇട്ട് കൊടുക്കാം. ചാട്ട് മസാല ഇല്ലെങ്കിൽ ഗരം മസാല ഇട്ടാലും മതി. ഇനി ഇതിലേക്ക് 1/2 കപ്പ് കട്ടി തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഇതിലേക്ക് 1 മുറി തേങ്ങയുടെ 1/4 പാലാണ് എടുത്തത്. ഇതിലേക്ക് 2/2 പാൽ ഒഴിക്കരുത്. തേങ്ങാപ്പാൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. ഇവയെല്ലാം നല്ലതുപോലെ ഇളക്കിയെടുക്കാം. ഈ മസാലയെല്ലാം നല്ലതുപോലെ തിളച്ച് വരുമ്പോൾ ഇതിലേക്ക് നേരത്തെ വേവിച്ച് വെച്ച മട്ടൺ ഇട്ട് കൊടുക്കാം. ഇനി ഒന്ന് മൂടി വയ്ക്കാം. പകുതി പുളിനാരങ്ങ കൂടി ഒഴിച്ചു കൊടുക്കാം. കാൽ കപ്പ് തേങ്ങാപ്പാൽ കൂടി ഒന്ന് ഒഴിച്ച് ഇളക്കിയെടുക്കാം.
ഒന്ന് നല്ലതുപോലെ കുറുകി വരുമ്പോൾ സ്റ്റൗ ഓഫ് ചെയ്ത് ഒരു കഷ്ണം ബട്ടർ ഇട്ട് കൊടുക്കാം. സൂപ്പർ സ്വാദാണ്. ഒന്ന് നിങ്ങളും ഉണ്ടാക്കി നോക്കൂ. നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ ഇടുന്ന പുതിയ വീഡിയോകൾ കാണാൻ ബെൽ ഐക്കൺ അമർത്തുക. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. കൂട്ടുകാരുമായി ഷെയർ ചെയ്യുക.